കൊറോണ സമയത്ത് ചെറിയ ഉള്ള സമയങ്ങളിലാണ് ഞാൻ ഈ ബസ് മിനിയേച്ചർ നിർമ്മാണം തുടങ്ങിയത്. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള പല പരിപാടികളും ദിവ്യേട്ടൻ ഉണ്ട് എന്നുള്ളത്. ഹായ് പ്രിയപ്പെട്ടവരെ, സിസ്പ്രോസ് മീഡിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിപ്പോൾ നമ്മളിന്ന് ചാലോടാണ് വന്നിട്ടുള്ളത്. നമ്മളെ കുറ്റാടുള്ളൊരു രവിയാടനുണ്ട്. രവിയാടൻ്റെ കലാപരമായ മികച്ചൊരു കഴിവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എൻ്റെ സുഹൃത്തും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനായ നന്ദാത്മജൻ കൊതേരിയാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. 2-3 മാസം മുന്നേ പറഞ്ഞതായിരുന്നു. പിന്നെ എനിക്കെന്തെല്ലോ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് തന്നെ എത്താൻ വേണ്ടി സാധിച്ചില്ല. നന്ദേട്ടനെ പറ്റി കൂടുതൽ ഒരുപാട് വിശേഷങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അതിപ്പോൾ ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ നന്ദേട്ടൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദേട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ. നമ്മൾ കുറ്റ്യാട്ടൂർ സ്വദേശിയും ചാലോടിൽ വർഷങ്ങളായി VC ജ്വല്ലറി വർക്ക്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന VC രവീന്ദ്രനെ അദ്ദേഹത്തിൻ്റെ കലാവിരുത് എന്നേ പറഞ്ഞു. ബസ്സുകളാണ്, ഒന്നല്ല എത്രയോ ബസ്സുകളാണ് ഇതുപോലെ ഉണ്ടാക്കി ജനങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ ഒരു കാഴ്ചക്ക് ഭംഗിയാക്കുന്ന രീതിയിൽ ചെയ്ത VC രവീന്ദ്രനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങ് ആദരിക്കുന്നത് നമ്മുടെ എഴുത്തുകാരനും നമ്മുടെ സമീപദേശീയ ആയ നന്ദാത്മജൻ കൊതേരി അവരാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാലോട്ടിലെ VC ജ്വല്ലറി വർക്ക്സ് രവിയേട്ടൻ വർഷങ്ങളായി ഉള്ള കഠിന പ്രയത്നത്തിൽ നമ്മുടെ ചാലോട് ആദ്യകാലങ്ങളിലുള്ള കോപ്പറേറ്റീവിൻ്റെ 2 ബസ്സുകളും അതുപോലെ ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ഐശ്വര്യ ബസ്സും അതേ തനിമ നഷ്ടപ്പെടാതെ അതേ രീതിയിൽ തന്നെ വളരെ കഠിനമായ പ്രയത്നത്തിൽ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ചെറിയൊരു സ്നേഹോപകാരമാണ് ഞാനിവിടെ നൽകുന്നത്. അത് ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തോട് ക്ഷണിക്കുകയാണ് ഞാൻ. രവിയേട്ടനെ സംബന്ധിച്ച് രവിയേട്ടൻ ചാലോടിൽ 30 വർഷത്തോളമായി ഈ ജ്വല്ലറി വർക്ക്സായിട്ട് ഈ ചാലോടിലെത്തിയിട്ട്. അപ്പോൾ അന്ന് മുതലേ ഉള്ള നമ്മളെ സുഹൃത്താണ്. അപ്പോൾ പണ്ട് മുതലേ അറിയാം ഇത്തരത്തിലുള്ള പല പരിപാടികളും രവിയേട്ടൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഏകദേശം 2 വർഷത്തോളമായി ഈ ബസ് നിർമ്മാണ മേഖലയിൽ ഇറങ്ങിയിട്ടെന്നാണ് തോന്നുന്നത്. പ്രിയമുള്ളവരെ, ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. VC രവീന്ദ്രൻ ചാലോട് ഈ ജ്വല്ലറി നടത്താൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 30 വർഷത്തിന് മേലെയായി. ഈ കാലയളവിൽ പല രീതിയിലുള്ള, അതായത് നമ്മുടെ പാഴ്വസ്തുക്കൾ മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെടുത്ത് ബസ്സിൻ്റെ രൂപത്തിലും മറ്റുള്ള പല നിർമ്മാണങ്ങളും VC രവീന്ദ്രൻ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ചതായിട്ട് നമ്മൾ കണ്ടത് ഈ കുറ്റാട്ടൂർ മേഖലയിൽ ഓടിയ 3 ബസ്സിൻ്റെ അതേ രൂപത്തിൽ ഒരു മാറ്റവുമില്ലാതെ, അതായത് ലൈറ്റ് മുതൽ അതിൻ്റെ ബോർഡ് മുതൽ അതിൻ്റെ ഡോറ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് VC രവീന്ദ്രന് നമ്മൾ ഒരു ഉപഹാരമാണ് ഇന്നിവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഉപഹാരത്തിൽ ആദ്യമായിട്ട് ഉപഹാരം കൊടുത്തത് പ്രമുഖ എഴുത്തുകാരനും കവിയും നാട്ടിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനുമായ നന്ദാത്മജൻ കൊതേരി അവർകളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ മട്ടന്നൂർ നിത്യ ജ്വല്ലറി പ്രകാശൻ അവരും ഈ ഉപഹാരം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സായന്തകുമാർ നാഗവളവ് അവരും ഈ ഉപഹാരം നൽകിയിട്ടുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഈ ചാലോടിലെ നാട്ടിലെ
എല്ലാ പ്രമുഖ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഈ കൊറോണ സമയത്ത് ചെറിയ ഉള്ള സമയങ്ങളിലാണ് ഞാൻ ഈ ബസ് മിനിയേച്ചർ നിർമ്മാണം തുടങ്ങിയത്. അപ്പോൾ നേരം പോക്കിന് വേണ്ടി തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഈ ആദ്യമായിട്ട് ഈ കോപ്പറേറ്റീവ് ബസ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനം ആണ് എനിക്ക് രണ്ടാമത്തെ കോപ്പറേറ്റീവ് ബസ് ഉണ്ടാക്കാനും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ബസ് ഉണ്ടാക്കണം എന്ന് എല്ലാവരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐശ്വര്യ ബസ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് നൽകിയ ഈ പ്രോത്സാഹനങ്ങൾക്കും അംഗീകാരത്തിനും എല്ലാവരോടും ഞാൻ നന്ദി പ്രകാശിപ്പിച്ചു. ആദ്യം തന്നെ ഈ മയിൽ റൂട്ടിൽ ഓടിയിട്ടുള്ള കോപ്പറേറ്റീവ് ബസ്സുകളാണ് രണ്ടെണ്ണം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ ബസ്സുകൾ വളരെ കുറഞ്ഞ ഒരു കാലത്ത് ഇത്രയും മനോഹരമായ രീതിയിൽ ഈ ബസ് നിർമ്മിച്ച ആ മാതൃക സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് വലിയ സ്വീകാര്യതയാണ് രവിയേട്ടന് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മയിൽ റൂട്ടിൽ ആളുകൾക്ക് ഈ ബസ്സുകാരുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ബസ്സുകൾ നിർമ്മിച്ചപ്പോൾ രവിയേട്ടനോട് പുതിയ ബസ് ഇപ്പോൾ റൂട്ടിൽ ഓടുന്ന ഏതെങ്കിലും ഒരു ബസ് നിർമ്മിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഐശ്വര്യ ബസ്സും കൂടി നിർമ്മിച്ചത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഇത് ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി പ്രയാസകരമാണ് കട്ട് ചെയ്യാനും അതുപോലെ അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കാനൊക്കെ. അപ്പോൾ അത് മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ സമയമെടുത്തിട്ടാണ് ചെയ്തത്. ഇവർ ഈ ജോലി തിരക്കിനിടയിലൊക്കെ ഇങ്ങനെയൊരു ബസ് നിർമ്മിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള മാതൃക സൃഷ്ടിച്ച് സമൂഹത്തിന് നല്ല മാതൃകയാക്കി മാറ്റാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതിനുള്ള അംഗീകാരമായിട്ട് രവിയേട്ടന് ഇവിടെ നന്ദാടിൻ്റെ വകയും സൈഷാടിൻ്റെ വകയും ഒക്കെ ഈ ഉപഹാരം നൽകിയതിൽ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് വേണ്ടിയിട്ട് ഇവർക്ക് പ്രത്യേക അഭിനന്ദനം നന്ദി അറിയിക്കുന്നു. പൂർണ്ണമായൊരു ബസ്സിന്റെ എല്ലാ സജ്ജീകരണങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. സീറ്റല്ലാതെ നമ്മളെ ഒറിജിനൽ സീറ്റിനെ വെല്ലുന്ന രീതിയിൽ തന്നെയാണുള്ളത്. ലൈറ്റ് നമ്മുടെ പാഴ്വസ്തുക്കളിൽ നിന്ന് പൊട്ടിച്ചെടുത്ത ലൈറ്റുകളാണ് ഇതെല്ലാം. അതല്ല ചൈന കാറുകൾ അങ്ങനെയുള്ള ഉപകരണങ്ങൾ കുട്ടികളെ കുട്ടികൾ കളിപ്പാട്ടങ്ങളിൽ നിന്ന് ഉപയോഗശൂന്യമായ രീതിയിൽ ഉള്ള സാധനങ്ങൾ രവിയേട്ടൻ ഉപയോഗിച്ചു. അടുത്ത് ഞാൻ ഒരു ബസ്സും കൂടി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. നന്ദേട്ടൻ എഴുതിയ നാട്ടിടവഴികളിലെ കാൽപ്പാടുകൾ എന്ന പുസ്തകം നന്ദേട്ടൻ ആഷിലേക്ക് സമ്മാനമായി നൽകുകയുണ്ടായി.